നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ്, മിഡ് ക്യാപ് നിഫ്റ്റി അനാലിസിസ് ചെയ്യും. അനാലിസിസ് നാളത്തേക്കുള്ള അനാലിസിസ് ആണ്. ഇവിടെ ഷെയർ ചെയ്യുന്ന ലെവൽസ് ലേണിംഗ് പർപ്പസ് ലെവൽസ് ആണ്. ഏൺ ചെയ്യുക അതാണ് നമ്മൾ സ്ട്രാറ്റജി. നിഫ്റ്റി അനാലിസിസ് എടുക്കാം. ഫാസ്റ്റ് ഇച്ചിരി തിരക്കാണ്, അതുകൊണ്ടാണ് ഷോർട്ട് അനാലിസിസ് ആയിരിക്കുള്ളൂ. നിഫ്റ്റി നമ്മൾ കൗണ്ട് ചെയ്യുന്നത് 1, 2, 3, 4 ആൻഡ് 5th ഓൺഗോയിങ് ആണ്. സ്റ്റിൽ ഓൺഗോയിങ് ആണ് 5th. ഓക്കെ, ഞാൻ ഇന്നലത്തെ വീഡിയോ സ്പെഷ്യലി മസ്റ്റായിട്ട് ഞാൻ എടുത്ത് പറഞ്ഞായിരുന്നു. ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ്, ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ പ്രൈസ് റിജക്ഷൻ എടുത്ത് താഴേക്ക് തന്നെ വീഴുള്ളൂ. ഇൻ കേസ്, കാരണം എന്ന് വെച്ചാൽ ഇത് കാണുന്നത് എനിക്ക് സ്ട്രക്ചറിൽ ലാസ്റ്റാണ്. ഇൻ കേസ് അങ്ങനെ ആണെങ്കിൽ നേരെ ടാർഗറ്റിലേക്കായിരിക്കും ഓപ്പൺ ചെയ്യുന്നത്. ആ വീഡിയോ, ഇന്നലത്തെ വീഡിയോ മസ്റ്റായിട്ട് ഒന്നുകൂടി കാണണം, മസ്റ്റായിട്ട് കാണണം. അപ്പോഴേ നമുക്ക് ആ പിക്ചർ ക്ലിയർ ആവുള്ളൂ. ഓർ സിറ്റുവേഷൻ, എല്ലാ സിറ്റുവേഷനും ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. കാരണം വെച്ചാൽ പ്രൈസ് 5th ലെഗിൻ്റെ പ്രൈസ് പ്രോപ്പർലി അങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ റിജക്ഷൻ എടുത്ത് പിന്നെ താഴെ തന്നെ പിന്നെ ബ്രേക്ക് ആവാൻ ചാൻസസ് ഉണ്ട്. ഇൻ കേസ് എന്തെങ്കിലും ഗ്യാപ്പപ്പ് ആക്കാനുള്ള പരിപാടിയെങ്കിൽ അത് നേരെ ടാർഗറ്റിലേക്ക്, അതാണ് ഇത്രയ്ക്ക് വലിയ ഒരു ഗ്യാപ്പപ്പായി നേരെ ടാർഗറ്റിലേക്കാണ് ഓപ്പണിംഗ്. സോ അതാണ് എലിറ്റ് വ്യൂ റൂൾസ് തിയറി. എല്ലാവരും മറക്കണ്ട, എലിറ്റ് വ്യൂ തിയറി മസ്റ്റാണ്. എൻ്റെ ചാനലിൽ വേണമെങ്കിൽ എവിടെ നിന്നും പഠിക്കുക. എൻ്റെ ചാനലിൽ പഠിക്കുകയാണെങ്കിൽ എൻ്റെ ചാനലിൽ പഠിക്കുക, അല്ലെങ്കിൽ ഇഷ്ടംപോലെ ചാനൽസ് ഉണ്ട്, അവിടെ നിന്ന് പഠിക്കുക. ബട്ട് ഫോക്കസ് ചെയ്യുന്നത് എലിറ്റ് വ്യൂ തിയറിയിലേക്ക് ഫോക്കസ് ചെയ്യുക. എലിറ്റ് വ്യൂ തിയറി പ്രൈസ് ആക്ഷനും പറഞ്ഞു തരും, ടൈമിംഗ് പറഞ്ഞു തരും, എപ്പോഴാണ് എങ്ങനെയാണ് നടക്കാൻ പോകുന്നത്, പിന്നെ പോസിറ്റിവിറ്റി എത്ര പോസിറ്റീവായിരിക്കും ഒക്കെ പ്രോപ്പർലി മാർക്കറ്റിൻ്റെ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒക്കെ പറഞ്ഞു തരും. ഓക്കെ, സോ അതാണ് ശ്രദ്ധിക്കാനുള്ളത്. ഇനി വേഗം നമുക്ക് നെക്സ്റ്റ് എന്താണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഇനി ചെറിയൊരു വ്യത്യാസം ഈ ഒരു ലെഗിൽ വന്നിട്ടുണ്ട്. ഞാനും ചെറിയ എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ബട്ട് ഇപ്പോൾ ഇനി ഒരു ചെറിയ വ്യത്യാസം എന്താണെന്ന് അറിയാമോ? നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ലെഗിൻ്റെ ഇപ്പോൾ ഗ്യാപ്പ് അപ്പ് ആയല്ലോ. ഗ്യാപ്പ് അപ്പ് ആയതുകൊണ്ടാണ് ഇപ്പോൾ ഇനി ഒരു കൺഫ്യൂഷൻ ഇവിടെ ക്രിയേറ്റ് ആയി. ഇത് സ്മോൾ 1, 2, 3, 4, 5. ഇത് 5 എന്ന് പറഞ്ഞാൽ കൂട്ടി 1 ലെഗായി. ഇത് സെക്കൻഡ് ഫോൾ ആയിരുന്നു, ഇത് ഫുൾ തേർഡായി. സോ 4th ഓൺഗോയിങ് ആണ്. ആൻഡ് നെക്സ്റ്റ് ഇനി 5th പോകാനുള്ള ചാൻസസ്. സോ ശ്രദ്ധിക്കുക, നാളത്തേക്ക് ദാറ്റ് മീൻസ് ഇനി ഒരു അപ്സൈഡ് കൂടി പെൻഡിങ് ആണ്. ആ അപ്സൈഡ് എത്ര വരെ പോകും ഒരു ചാൻസസ് നമുക്ക് കൺഫർമേഷൻ ഒന്നുമില്ല. ഇത് ഞാൻ ഡിലീറ്റ് ചെയ്യുന്നത് ഈ ലെവൽ 24,905. ഇത് അങ്ങനെ തന്നെ ഇരിക്കുകയുള്ളൂ. അതൊരു സപ്പോർട്ടാണ്, നല്ലൊരു സപ്പോർട്ടാണ്. ആൻഡ് നെക്സ്റ്റ് റെസിസ്റ്റൻസ് നമുക്ക് എടുക്കാനാണെങ്കിൽ എങ്ങനെ ഇതാണ് നമ്മൾ നെക്സ്റ്റ് റെസിസ്റ്റൻസ് എടുക്കാനുള്ളത്. ഓക്കെ, നിയറസ്റ്റ് റെസിസ്റ്റൻസ് ആണ് പറയുന്നത് 24,065. ഇത് ഓൾറെഡി ഇവിടെ മാർക്ക്ഡാണ്. ആൻഡ് ഈ ഫുൾ ലെഗിൻ്റെ ഈ ഫുൾ ലെഗിൻ്റെ റെസിസ്റ്റൻസ് ദാറ്റ് മീൻസ് 4 to 5. റെഗുലർ വ്യൂവേഴ്സ്ക്ക് അവർക്ക് മാത്രമേ ഇത് ആക്ച്വലി കാര്യം മനസ്സിലാവത്തുള്ളൂ. ഇതൊക്കെ എല്ലാം മനസ്സിലാവുള്ളൂ, പിടി കിട്ടത്തുള്ളൂ. കാരണം വെച്ചാൽ അത് റെഗുലർ വീഡിയോസ് ആണെന്നും പിന്നെ എലിറ്റ് വ്യൂ തിയറി ഫുൾ വീഡിയോസ് പഠിക്കണം, അപ്പോഴേ ഇത് പിടി കിട്ടത്തുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ പിന്നെ കൺഫ്യൂഷൻ മാത്രമേ ആയിരിക്കുള്ളൂ. പ്ലീസ് എല്ലാവരും പഠിക്കണം, എന്നിട്ടേ പിടി കിട്ടുള്ളൂ. ഓക്കെ, പിന്നെ വരുന്ന നെക്സ്റ്റ് റെസിസ്റ്റൻസ് ഇതാണ് എക്സാക്ട്ലി 24,062. സോ 62 നല്ല ഒരു റെസിസ്റ്റൻസ് സോണായിട്ട് മാറുന്നുണ്ട്, ശ്രദ്ധിക്കണം. 62 ഇത് നല്ലൊരു റെസിസ്റ്റൻസ്. കാരണം വെച്ചാൽ ക്ലസ്റ്ററാണ്. ക്ലസ്റ്റർ റെഗുലർ വ്യൂവേഴ്സ്, ക്ലസ്റ്റർ എന്ന് പറഞ്ഞാൽ ക്ലസ്റ്ററാണ്. മീൻസ് ഫോർ രണ്ട് സ്മോൾ ടൈം ഫ്രെയിമിൻ്റെയും ബിഗർ ടൈം ഫ്രെയിമിൻ്റെ റെസിസ്റ്റൻസ് ഒന്നിച്ചായി കഴിഞ്ഞാൽ അതാണ് പറയുന്നത് നമ്മുടെ ക്ലസ്റ്ററാണ്. സോ ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണ്? ക്ലസ്റ്റേഴ്സിൻ്റെ ഈ ഷെയർ ലെവൽസ് റെസിസ്റ്റൻസ് ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് അപ്കമിങ് നമുക്ക് നാളെ ഫസ്റ്റ് അപ്പ് മൂവ് കിട്ടുകയുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഫൈൻഡ് ചെയ്യാനുള്ളത് ഇവിടെ എൻഡിങ് ഡയഗണൽ പാറ്റേൺ ഫോം ചെയ്യുന്നതാണ്. ഇനി ഞാനിവിടെ കോഷൻ സോൺ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. സോ ഇവിടെ ഇനി കോഷൻ സോണാണ്. എൻഡിങ് ഡയഗണൽ പാറ്റേൺ കിട്ടുവാണെങ്കിൽ മാത്രമേ റെഡി ഫോർ ഡൗൺ മൂവ് ആ ഒരു സമയത്ത്, ആ ഒരു സിറ്റുവേഷനിൽ. ഓക്കെ, സോ 1 ഡിഗ്രി കംപ്ലീറ്റ് ആകും. 1, 2, 3, 4, 5 1 ഡിഗ്രി സെക്കൻഡ് ഡിഗ്രി ഫോൾ റെഡി ആകും. സെക്കൻഡ് ഡിഗ്രി ഫോൾ ആ ഒരു സിറ്റുവേഷനിൽ റെഡി ആകും. ഓക്കെ, സോ ഞാനിവിടുന്ന് കൂടുതൽ ബുള്ളിഷ് അല്ല. ഓക്കെ, റെസിസ്റ്റൻസ് സോണിൽ എൻഡിങ് ഡയൽ പാറ്റേൺ ഫോം ആവണം, എന്നിട്ട് മാത്രമേ റിസ്ക് എടുക്കാവുള്ളൂ. വെറുതെ ചുമ്മാ നമ്മൾ എൻഡിങ് ഡയൽ പാറ്റേൺ ഫോം ആയില്ലെങ്കിലുണ്ടല്ലോ ഇവിടെ നേരെ ഗ്യാപ്പ് അവർ നേരെ കയറ്റി കൊണ്ടുപോകും. റീസൺ എന്താണ്? നമ്മുടെ ഇവിടെ നിന്ന് കൗണ്ട് ചെയ്യുന്നത് ഈ ഒരു 1, ഇത് 2, ഇത് 3-യുടെ സ്റ്റാർട്ടിംഗ് ആണ്. 3-യുടെ സ്റ്റാർട്ടിംഗ് ആണ്, ശ്രദ്ധിക്കുക, പെട്ടുപോകും. സോ ലൈവ് മാർക്കറ്റിൽ എന്താ ചെയ്യേണ്ടത്? താഴേക്ക് ബിഗർ ടൈം ഫ്രെയിം മൂവ് ഏതിലേക്ക് കൺവേർട്ട് ആകാൻ പോവുക? ബിഗർ ടൈം ബുള്ളിഷിലേക്ക് ഫോർ തേർഡ് വേവിലേക്ക്. ഓക്കെ, ജസ്റ്റ് ഞാൻ വേഗം ഒന്ന് കാണിച്ചു തരാം. യെസ്, സോ നമ്മൾ ഇവിടുന്ന് കൗണ്ട് ചെയ്യുന്നത് നേരത്തെ 15 minutes 1 hour ടൈം ഫ്രെയിമിൻ്റെയാണ്. അത് അനലൈസിസ് 1 day തന്നെയാണ്. 1, ഇത് 2, 3 ഓൺഗോയിങ് ആണ്. ഇത് ഫുൾ 3 ഓൺഗോയിങ് ബിഗർ ടൈം ഫ്രെയിമിൻ്റെ 3. ഇതിൻ്റെ അബവ് തേർഡ് വേവ്, ഇതിൻ്റെ അബവേ സ്റ്റാർട്ട് ആവുള്ളൂ പ്രോപ്പർലി. അല്ലെങ്കിൽ ഫുൾ സെക്കൻഡ് വേവ് കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇത് ഫുൾ തേർഡിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്. ഓക്കെ, സോ ശ്രദ്ധിക്കുക എല്ലാവരും കൂടി. ഇത്രേ ഉള്ളൂ ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത്.
ഇത് സപ്പോർട്ടാക്കി മാർക്ക് ചെയ്തു ഗ്രീൻ. ഓക്കെ, പിന്നെ വേറൊരു കാര്യം കൂടി, സോറി ഒരു കാര്യം കൂടി നമുക്ക് പറയാനുള്ളത്, ഇത് ഫോർത്ത് ആണെങ്കിൽ ഫോർത്തിൽ എന്ത് പാറ്റേൺ ഫോം ആകും വേഗം പറയുക. ഏത് പാറ്റേൺ ആണ് ഈ പാറ്റേൺ? ഫോർത്തിൻ്റെ പാറ്റേൺ ആണ് എല്ലാവരും പറയുക. ഞാൻ ലൈവ് മാർക്കറ്റ് ട്രാക്ക് ചെയ്തത്, ബട്ട് ഞാൻ ഇവിടെ ലാസ്റ്റ് ഞാൻ വിട്ടുപോയത്, ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയതുള്ളൂ. എല്ലാ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതിൻ്റെ ഈ പാറ്റേൺ ഏതാണ്? ഫോർത്തിൻ്റെ ആണ്, ഫോർത്ത് വേവിൻ്റെ പാറ്റേൺ ആണ്. ഓക്കെ, നമ്മൾ ഇവിടുന്ന് കൗണ്ട് ചെയ്യുന്നത് ഇത് 1 2 3 ഫോർത്തിൻ്റെ പാറ്റേൺ ആണ്, ആൻഡ് ഫിഫ്ത്ത് ഓൺ ഗോയിങ് ഉള്ള സ്റ്റാർട്ട്. ഫോർത്തിൻ്റെ പാറ്റേൺ ആണ്. ഈ പാറ്റേണിൻ്റെ പേര് എല്ലാവരും കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ, എന്താണ് ഈ പാറ്റേൺ പേര്. ഓക്കെ, സോ ഇനി നമുക്ക് വേഗം ബാങ്ക് നിഫ്റ്റി അനാലിസിസ് കിടക്കാം. ബാങ്ക് നിഫ്റ്റി ഇത് ഇത്രയ്ക്കായി. ബാങ്ക് നിഫ്റ്റിയിൽ 1 2 3 4 5 ഓൺ ഗോയിങ് ആണ് ബാങ്ക് നിഫ്റ്റിയിൽ. ഓക്കെ, സോ ബാങ്ക് നിഫ്റ്റി വീക്ക് ആവുന്നത് ഇനി ഒരു സപ്പോർട്ടിൻ്റെ ബില്ലും ആയിരിക്കുള്ളൂ. ഈ റെസിസ്റ്റൻസ് ലൈൻ ചെയ്ത് വന്നിട്ട് ഇതിൻ്റെ ബില്ലായിരിക്കുള്ളൂ ബാങ്ക് നിഫ്റ്റി. ബാങ്ക് നിഫ്റ്റി സെയിം തന്നെയാണ്. ബാങ്ക് നിഫ്റ്റിയിൽ ആ ഒരു പാറ്റേൺ തന്നെ ഫോം ആയിക്കൊണ്ടിരിക്കുന്നതാണ് എക്സാക്ട്ലി. ഓക്കെ, മോസ്റ്റ്ലി ഇൻഡെക്സിൽ ഈ ഒരു പാറ്റേൺ ആണ് ഫോം ആയിരിക്കുന്നത്, ശ്രദ്ധിക്കുക. ട്രാപ്പ് ആവേണ്ട എല്ലാവരും കൂടി. ലാസ്റ്റ് ലെഗ് ആയിരിക്കും. ഈ പാറ്റേണിൻ്റെ പേര് എല്ലാവരും കമൻറ്റ് സെക്ഷനിൽ കമൻറ്റും ചെയ്യണം കേട്ടോ. ഈ പാറ്റേണിൻ്റെ പേര് എല്ലാവരും കമൻറ്റ് സെക്ഷനിലും കമൻറ്റ് ചെയ്യുക, എന്താണ് ഈ പാറ്റേണിൻ്റെ പേര്. മേ ബി ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ വീണ്ടും ഒരു ഡിപ്പ് ഇട്ടിട്ട് പിന്നെ ആയിരിക്കും ചിലപ്പോൾ പൊക്കാൻ പോകുന്നത്. സോ ശ്രദ്ധിച്ചിട്ട് വേണം പ്ലേ ചെയ്യാൻ എല്ലാം. ഓക്കെ, ഇതിൻ്റെ അബവ് ബുളിഷ് ആവാം. ഇതിൻ്റെ ഈ ഒരു ലെഗിന് 54,605 അപ്പം. ബാങ്ക് നിഫ്റ്റിയിൽ എൻ്റെ സജഷനാണ് ഇതിൻ്റെ ഇൻറ്റർണൽ മൂവ് ഐ തിങ്ക് കഴിഞ്ഞിട്ടില്ല. സോ 1 2 3 4 5 6 ഇനി ഇതിനകത്ത് കൺസോളിഡേഷൻ ഞാൻ കാണുന്നുണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ. ഓക്കെ, മേ ബി ഞാൻ റോങ് ആവാം. കാരണം വെച്ചാൽ ഇൻ കേസ് ഇത് ട്രയാങ്കിൾ ആണെങ്കിൽ അപ്പോഴും ഇതിനകത്ത് അകത്തൊരു ചെറിയൊരു ട്രയാങ്കിൾ പോലെ ഒരു ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കണ്ടോ. സോ അങ്ങനെയും ആവാം. ഓക്കെ, സോ അത് നോക്കിയിട്ട് വേണം പ്ലേ ചെയ്യുന്നതാണ്. ഇനി വേഗം സെൻസെക്സ് അനാലിസിസ് നടക്കാം. ഞാൻ കുറച്ച് ബിസിയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ. സെൻസെക്സ് ഒക്കെ പെർഫെക്റ്റ് ലെവൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, മറ്റേ ഇത് ചെയ്യുന്നുണ്ട്, റെസ്പെക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഞാൻ ഇന്നലെ ഷെയർ ചെയ്ത ലെവലായിരുന്നു 81,237. പെർഫെക്റ്റ്ലി അവിടെ നിന്ന് റെസിസ്റ്റൻസ് സപ്പോർട്ടാക്കി എടുത്തു. നല്ലപോലെ പെർഫോം ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ അബവ് സെൻസെക്സിൽ ബുളിഷ് ആവാം. ഇത് സപ്പോർട്ട് തന്നെയാണ് സെൻസെക്സിൻ്റെ. നിഫ്റ്റിയുടെ പോലെ തന്നെ ഇതിൻ്റെ കൗണ്ടിങ് ഞാനൊന്നും ചേഞ്ച് ചെയ്യുന്നില്ല. ഓക്കെ, ഇതിൻ്റെ ബിഗർ ടൈം ഫ്രെയിമിൻ്റെ റെസിസ്റ്റൻസ് നമ്മൾ നോക്കാനാണെങ്കിൽ ഈ ട്രെൻഡ് ലൈൻ ഓൾറെഡി ഇവിടെ നിന്ന് വരുന്നുണ്ട്. ആൻഡ് 1 2 3 4 5 ക്ലസ്റ്റർ. ഇതിൻ്റെ ക്ലസ്റ്റർ നോക്കാനാണെങ്കിൽ ഫ്രം ദിസ് ഹിയർ ടു ഇതിങ്ങനെ വെച്ചാൽ ഇതിൻ്റെ ക്ലസ്റ്റർ നമ്മൾ വരുന്നത് 110% ഓൾറെഡി മാർക്കാണ്, 161.80%. ഓക്കെ, ഇതൊക്കെ ക്ലസ്റ്ററാണ്. സോ നാളെ ഒരു സിംഗിൾ മൂവ് നിഫ്റ്റി ആൻഡ് സെൻസെക്സ് ആയാലും, മോസ്റ്റ്ലി നിഫ്റ്റി ആൻഡ് സെൻസെക്സ് ബോത്ത് ഇൻഡെക്സിൽ ഞാൻ ചെറിയൊരു അപ്പ് മൂവ് കാണുന്നുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അവിടെ എൻഡിങ് ഡയഗണൽ പാറ്റേൺ ഫോം ആവുകയാണെങ്കിൽ അപ്പോൾ എല്ലാവരും കെയർഫുൾ ആവണം. ഓക്കെ, കോഷൻ ആവണം, കെയർഫുൾ ആവണം. പിന്നെ അവിടെ നിന്ന് താഴേക്ക് തന്നെ നോക്കുക. ഓക്കെ, എൻഡിങ് ലെവൽ പാറ്റേൺ ഫോം ആവണമെങ്കിൽ മാത്രമേ, വെറുതെ ആരും കയറി പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പാറ്റേൺ ഫോം ചെയ്യാറുണ്ട്. റെഗുലർ വ്യൂവേഴ്സ്ക്ക് നന്നായിട്ട് അറിയാം പാറ്റേൺ ഫോം ചെയ്യും. എല്ലാം വേവ്സ് അവിടെ പാറ്റേൺ ഫോം ചെയ്യാനുണ്ട്. മോസ്റ്റ്ലി 5 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലായിരിക്കും പാറ്റേൺ ഫോം ചെയ്യാൻ പോകുന്നത്. സോ കാലത്തെ ഇൻ കേസ് ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഫസ്റ്റ് മുകളിലേക്ക് പോകുകയാണെങ്കിൽ മുകളിൽ കൺസോളിഡേഷൻ ഉണ്ടാവും. കൺസോളിഡേഷനിലൂടെ എൻഡിങ് ലെവൽ പാറ്റേൺ ഫോം ചെയ്യും. ഇതന്നെ ആയിരിക്കുള്ളൂ. ഓക്കെ, നിഫ്റ്റി മിഡ് ക്യാപ്സുലേറ്റ് പോകാം. നിഫ്റ്റി മിഡ് ക്യാപ്സുലേറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ട്രാങ്കിളുടെ, ഓക്കെ, ഈ ട്രാങ്കിളൊക്കെ നമ്മൾ ചെയ്തായിരുന്നു. ഈസി ഗ്യാപ്പ് ട്രാങ്കിൾ ഇന്നലെ പ്രോപ്പർലി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ട്രാങ്കിൾ പാറ്റേൺ ഫോമാണ് നിഫ്റ്റി മിഡ് ക്യാപ്സുകൾ. നമുക്ക് അപ്പ് സൈഡ് നോക്കണം. വെരി ഗുഡ്. ഇതാണ് ട്രാങ്കിളുടെ ഇതാണ് പെർഫോമൻസ് എന്ന് പറയുന്നത്. സൂപ്പർ. ഓക്കെ, സോ നിഫ്റ്റി മിഡ് ട്രാങ്കിളുടെ ഈ ഒരു ട്രാങ്കിൾ ഉണ്ടായിരുന്നു. 1 2 3 4 ഇവിടെ ട്രാങ്കിൾ പാറ്റേൺ ഫോം ചെയ്തു. ഇനി ഗ്യാപ്പ് അപ്പ് ബൂം. ഓക്കെ, ഇതാണ് നിഫ്റ്റി നമ്മുടെ മിഡ് ക്യാപ്പിൻ്റെ ആയി. ഇനി ഇതിനകത്ത് എനിക്കൊന്നും പറയാനില്ല. ഓൾ ഇൻഡെക്സിൽ എനിക്ക് പറയാനുള്ളത് എന്താണ്? ഒരേ ഒരു വേർഡുള്ളൂ, അപ്സൈഡ് ലിമിറ്റഡ് ആവാം, ഗ്യാരൻറ്റി ഇല്ല. എൻഡിൽ നല്ല പാറ്റേൺ ഫോം ചെയ്യുകയാണെങ്കിൽ മാത്രമേ. ഓക്കെ, സോ കോഷൻ മാത്രമേ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളൂ. എല്ലാ ഇൻഡെക്സിൽ കോഷൻ മാത്രമേ ഞാൻ പറയുള്ളൂ, വേറെ ഒന്നുമില്ല. ഓക്കെ, കോഷൻ എന്ന് വെച്ചാൽ പറഞ്ഞാൽ ക്രാഷിൻ്റെ അല്ല, സെക്കൻഡ് ഡിഗ്രിയുടെ ഫോൾ വരാൻ പോവുക. നമ്മൾ ഇത്രയ്ക്ക് ഇത് ഫുൾ കണ്ടല്ലോ, ഇത്രയ്ക്ക് നമ്മൾ വേവ്സ് കണ്ടല്ലോ. എത്ര വേവ്സ്? 1 2 3 4 5. അതുപോലെ ABC താഴേക്ക് വരുള്ളൂ. ന്യൂ വ്യൂവേഴ്സ്ക്ക് അത് അറിയത്തില്ല. പ്ലീസ് ഞാൻ കമൻറ്റ് സെക്ഷനിൽ നമ്മുടെ ഈ വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ താഴെ അവിടെ കമൻറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ ആ വീഡിയോ ഞാൻ പിന്നും ചെയ്തേക്കാം. ABC കറക്ഷൻ്റെ അത് മസ്റ്റായിട്ട് കാണുന്ന കറക്ഷൻ. മാർക്കറ്റിൽ 80% മാർക്കറ്റിൽ കറക്ഷൻസ് ഉണ്ടാവാറുണ്ട്. വേവ്സ് 20% മാത്രമേ ഉണ്ടാവുള്ളൂ. സോ കറക്ഷൻ നോക്കുക, പഠിക്കുക, മസ്റ്റായിട്ട് പഠിക്കുക. നെക്സ്റ്റ് വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണം. താങ്ക് യു സോ മച്ച്.